ബസ് വന്നു. എന്നാ ശരി, കല്യാണത്തിന് കാണാം. എടാ അപ്പെല്ലാം പറഞ്ഞ പോലെ നേരത്തെ കൂട്ടി എത്തിയാണേ. നിങ്ങൾ അവിടെ എന്തെടുക്കുവാ? നിങ്ങൾ കേക്കല്ലേ? കേട്ടു കേട്ടു, അവനും കൂടി വന്നോട്ടെ. പറഞ്ഞോലെ അവൻ ഇതുവരെ വന്നില്ലേ? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയതാണല്ലോ. ദേ അടുപ്പത്ത് വെച്ചേക്കണോ നോക്കിയേക്കണേ, ഞാനിപ്പോ വരാം. നിങ്ങൾ കേട്ടോ? കേട്ട്. അമ്മേ, അമ്മേ, അമ്മ. എന്താടാ? ഒന്നുമില്ല, വെറുതെ വിളിച്ചാ. എന്താടാ രാവിലെ തന്നെ കൂണേ? വെറുതെ. മോനെ എന്താപ്പാ അങ്ങനെ നോക്കുന്നത്? അല്ല, അവളെ സമ്മതിക്കണം. എന്തിന്? അതായത് നീ കച്ചവടം തുടങ്ങിയപ്പോഴും അത് വളർന്നപ്പോഴും നിന്നോടൊപ്പം സന്തോഷിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതോടൊപ്പം മാറിയതായിരുന്നു നിന്റെ സ്വഭാവവും പെരുമാറ്റ രീതിയും. പക്ഷേ അന്നമോള് വന്നതോടുകൂടിയാണ് ഈ ഒരു ഗൗരവമൊക്കെ മാറി ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ക്രിസ്ത്യനെ കിട്ടിയെന്ന ഒരു തോന്നലുണ്ടായത്. തോന്നുന്നത് എന്നല്ല, അങ്ങനെയാണ്. പിന്നെ കുറച്ച് നാളായിട്ട് നിന്റെ അടുത്ത് ഞാൻ പറയണമെന്ന് വെച്ചതാ, നീ ഒരു പൊടിക്ക് ഓവറായിരുന്നു. ഈ ബിസിനസ് ഒക്കെ വളർന്നൊരു സംഭവമായപ്പോ എന്താ പറയടാ, അത്രയ്ക്ക് ജാടൊന്നും വേണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. ഒന്ന് പോവാപ്പാ. എന്താ ഞാൻ ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. നീ അവരെ കല്യാണം വിളിക്കുന്നില്ലേ? ആരെ? എടാ നിന്റെ 3 കൂട്ടുകാരെ നീ അവരെപ്പോ കാണാറൊന്നില്ലേ? ഇല്ലപ്പ, വിളിച്ചില്ല. സത്യം പറഞ്ഞ അപ്പം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എന്തിനേതിന് നിന്റെ കൂടെ ഉണ്ടായിരുന്നവരല്ലടാ, വിളിച്ചേരടാ. നിങ്ങളോട് അടുപ്പത്ത് വെച്ചിരിക്കുന്ന നോക്കാൻ പറഞ്ഞല്ലേ? കയ്യും പുള്ളി. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഞാനേ അകത്തോളം ചെല്ലട്ടെ, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഒരു യുദ്ധം നടക്കണേ. ഹലോ, ഞാനേ അങ്ങോട്ട് വിളിക്കാം. ഇവിടെ അച്ഛനും അമ്മയും തമ്മിലൊരു യുദ്ധം നടക്കുക. ഞാൻ റൂമിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ. ഇനി പറഞ്ഞു. എന്താ അവര് തമ്മില്? അതിവിടെ സ്ഥിരമുള്ളതാ. ഇനിയിപ്പോ നേരിട്ട് എന്താ ആസ്വദിക്കാലോ. പിന്നെ ഇന്നപ്പൻ പതിവില്ലാതെ ടോണൊക്കെ മാറ്റിട്ട് എന്നോട് സംസാരിച്ചു. അതെന്താ പോലും? ഞാൻ ഭയങ്കര ഗൗരവക്കാരനായിരുന്നെന്നും പിന്നെ അന്നമോള് വന്നപ്പോ തൊട്ട് എനിക്ക് കുറെ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ പറഞ്ഞു. ഞാൻ പിന്നെ അങ്ങ് സമ്മതിച്ചു കൊടുത്തു. സമ്മതിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് കേട്ടാലും ചാടി ഇരിക്കുന്ന നിന്റെ സ്വഭാവം മാറ്റി ഇപ്പൊ കാണുന്ന പോലെ ആക്കിയതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്ക്. ചാടി കടിക്കുന്നത് നിന്റെ പേരിന്റെ വാലുള്ള ആള് എന്തായിരുന്നു? കുറച്ചു ദിവസം കൂടി കഴിഞ്ഞ് സമ്മതിക്കുകയാണെങ്കിൽ. വേണ്ട, ഇങ്ങോട്ട് കൂടുതൽ താങ്ങണ്ട. എവിടെ എന്റെ ഭാവി അമ്മയപ്പം? പുറത്തു പോയേക്കാം. നീ എന്താ എപ്പോഴും ഇങ്ങനെ? ഒരാലോചന വരുമ്പോ, പ്രത്യേകിച്ച് പെമ്പിള്ളേരെ കെട്ടിച്ചു വിടുമ്പോ ചെക്കനെ കുറിച്ച് ചോദിക്കും. സ്വാഭാവികം. എന്റെ പൊന്നോ, ഞാൻ നിർത്തി. പിന്നെ എന്റെ പഴയ കൂട്ടുകാരെ വിളിച്ചിട്ടില്ല, അവരൊന്ന് വിളിക്കണം. ഏത് കൂട്ടുകാര്? നീയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. സത്യം പറഞ്ഞ അപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണേ. വിളിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പം പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് വിളിച്ചേക്കാം. വിളിച്ചേക്ക്. ഇവര് കോളേജിൽ ഉണ്ടായിരുന്നതാ?
ഞാൻ ഇപ്പൊ വിളിക്കാം. ഓക്കെ. ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു? കിട്ടി. എൻ്റെ കല്യാണമാണ്, കഴിയുമെങ്കിൽ വരിക. ആഹാ, എൻ്റെ കല്യാണമായോ? ആ, അപ്പ വിളിച്ചതാ. എന്തായി, വിളിച്ചോ? കൂട്ടുകാരെ വിളിച്ചോന്ന്? അത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. ആഹാ, ഗ്രൂപ്പൊക്കെ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ് ഫോർ എവർ എന്ന പേര്. ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ ഈ നമ്പറൊക്കെ വെച്ചിട്ട് എല്ലാവരും ഇപ്പോൾ എവിടെയാണോ? കൊള്ളാലോ. ഏത് കാർഡ് അയച്ചു കൊടുത്തേ? കാർഡോ? വെഡിങ് കാർഡ്. അത് നീ പറഞ്ഞേ. അന്തൂട്ടാ. ആ ഏട്ടാ, വരുന്നു. എന്താ ഏട്ടാ, എണീക്കണോ? ഫോണിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഏതാ നോക്കിയേ? ഗ്രൂപ്പിലാ, ഫ്രണ്ട്സ് ഫോർ എവർ. നോട്ടെ, ക്രിസ്റ്റി വെറ്റ്സ് അന്ന. ക്രിസ്റ്റി സൺ ഓഫ് സാമുവൽ ഗോഡ്സൺ ആൻഡ് മിസസ് ഗോഡ്സൺ വെറ്റ്സ് അന്ന, ഡോട്ടർ ഓഫ് ചക്കാനിക്കൽ. ഏട്ടാ കേട്ടോ? എന്താ? ആ, ഇവിടൊന്നും അല്ല ആള്. ഞാൻ എന്നാ വെച്ചേക്കോ, പിന്നെ വിളിക്കാം. ബൈ ബൈ. എന്താച്ചാ? അതെ, വരുന്നു. അവിടെ നിന്ന് കടന്നു പറഞ്ഞിട്ടുണ്ട്. നീ പോയി കണ്ടോ? നീയും വരണം. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. അടാടാടാ, ഇത് എല്ലാ തവണത്തെയും പോലല്ല. ഇത്തവണ നിനക്കൊന്ന് നടക്കും, നടന്നിരിക്കും. ഐ ക്യാൻ ഫീൽ ഇറ്റ്. എടാ, അവള് നിന്നെ എത്ര പ്രാവശ്യം പറ്റിക്കാൻ എനിക്ക് അറിഞ്ഞോളേ. എന്താണ് ഇത് നീ പറയുന്നത്? കേക്ക്. ഈ ഒരൊറ്റ പ്രാവശ്യം കൂടെ, ട്രസ്റ്റ് മീ, ഇന്നൊരു തീരുമാനം ഉണ്ടാകും. അത് കാണാൻ നീയും വരണം. വരില്ലേ? നോക്കാം. നോക്കിയാ പോരാ, വരണം. സാഹചര്യം മറ്റും നോക്കിയിട്ട് ഞാൻ പറയാം. ഇതിന്റെ പത്തിടത്തൊന്നും എനിക്ക് വേണ്ടിയിട്ടാണ്. അമ്മേ, അപ്പഴെപ്പോഴാണ് വരുന്നേ? ഗുഡ് ഈവനിങ്.
വന്നില്ലല്ലോ. കിട്ടിയ ചാൻസ് മാക്സിമം അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്തു. ആണോ? എടാ നീ വാ. നിന്റെ പെണ്ണല്ലേ ഒറ്റക്കോ? നീ ഒറ്റയ്ക്ക് എന്തായാലും ഉണ്ടാവും. ചെല്ലി എന്താ എടാ അവൻ വരും. ഇപ്പൊ വിളിക്കാവേ. അവിടെ വേറെ ആളുണ്ടോ? അതില് അവളെവിടെയാടാ വരാന്ന് പറഞ്ഞ? എടാ ഇത് പബ്ലിക് പ്ലേസ് അല്ലേ, അവള് വരുമ്പോ അവനെ മാറ്റാൻ നോക്ക്. എന്നാലും നീ എന്നാലും എങ്ങനെയാ അവളെ സെറ്റ് ആക്കിയത്? പിന്നെ എന്താ അമ്മ, ഞാൻ വന്നോണ അമ്മ ചുമ്മാ അപ്പനും പുലാവില്ല കേട്ടോ. മേജറോ വേറെ സ്ഥലം കിട്ടില്ല വന്നിരിക്കും. ബേബി, ഞാൻ ബേബി പോയിനടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ടേ. ആ ഓക്കെ ബേബി, ഓക്കെ. തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ ശരി ശരി. അതെ, ഞാൻ എൻ്റെ ബേബി പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കണം. അതുകൊണ്ട് വേറെ വെച്ചിട്ടുണ്ടല്ലോ. പറഞ്ഞെടുത്ത് കണ്ടില്ലേ വിഷമം? അപ്പൊ മാറില്ല അല്ലേ? ഇല്ല, സമയം പോയി. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ? ആടാ, ആ ഞാൻ വരുന്നു. ആ അപ്പൊ ശരി കേട്ടോ, ബൈ. കാണാം. ബേബി കിട്ടിയില്ലേ? എൻ്റെ മാതാവേ, എന്ന് തീരുവല്ല ഈ നിറയച്ച ജീവിതം. എന്താണ് തീർന്നില്ലേ? അതിന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, കറണ്ട് വന്നായിരുന്ന? ഇല്ല, പെട്ടെന്ന് തീർക്കും. ഇത് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ. അത് ഞാനോ? പിന്നെ ഞാനോ? പെട്ടെന്ന് തീർത്തിട്ടോ. നിങ്ങൾക്കുണ്ടല്ലോ പിഞ്ഞ് പിഞ്ഞ് നേരമല്ലോ. ക്രിസ്ത്യൻ മെസ്സേജ്. ക്രിസ്ത്യയുടെ കല്യാണമായി? എത്ര നാളെ ഇമ്മാരൊക്കെ കണ്ടിട്ട്? എത്ര നാളെ നമ്മളൊന്ന് സംസാരിച്ചിട്ട്?
മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ വീട്ടില് ഇന്ന് അപ്പൻ പറഞ്ഞപ്പോഴാണ് നമ്മുടെ കാര്യം തന്നെ ഞാൻ ഓർത്തത്. എന്നാലും നമ്മുടെ ഇടയിൽ എന്താണ് സംഭവിച്ചത്? കൂടുതൽ പറഞ്ഞ ഓടാക്കുന്നില്ല. നമുക്ക് നേരിട്ട് കാണാം. എല്ലാവരും എന്താ എവിടെയാ ഒന്നും അറിയില്ല. കല്യാണത്തിന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. See you guys out there. ഉടക്കിയും പോയി സമ്മതിപ്പിക്കും. ഇതും കൂടെ പിന്നെന്താ ചെയ്യാലോ? ഇത്രേ ഉള്ളോ? ഓക്കെ. അതെ, രാവിലെ തൊട്ടേ ഒരു കാര്യം ഇങ്ങനെ പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്താ? ഇന്ന് എന്റെ മോളെ കാണാൻ എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. കൂടുതൽ സോപ്പ് ഇറക്കല്ലേ? അല്ല, ശരിക്കും പറഞ്ഞാ എന്തോ കാര്യം സാധിക്കാനാണല്ലോ ഇങ്ങനെ ഒന്ന് സോപ്പ് ഇടുന്നത്. അത് ഞാൻ പറഞ്ഞ ജോലി പോയി തുണിയിലക്കല്ലേ അലക്ക. ഗുഡ് ബോയ്. ഓക്കെ. പിന്നെ ഇന്ന് ലൈബ്രറി വരെ ഒന്ന് പോണം. ഞാൻ പറഞ്ഞ ബുക്കിന്റെ കോപ്പി വന്നിട്ടുണ്ട്. എന്റെ പേരിലെ ബുക്കല്ലേ? എനിക്കറിയാം. അതെ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. Hello, sir. I'm coming. Yeah, I will call you back. Yeah. Okay. So, are you sure you're leaving? നിന്റെ വാപ്പയോടുള്ളൊരു കടപ്പാട്, അതിൻ്റെ പുറത്ത് മാത്രം കിട്ടിയൊരു ജോലി അത്. ഇത് കളഞ്ഞിട്ട് പോയാ നാട്ടിൽ പോയിട്ട് നീ എങ്ങനെ ജീവിക്കും? സാർ, അത് സ്വന്തമായിട്ട് എന്തെങ്കിലും? അൽതാഫേ, അതിന് കുറച്ച് തൻ്റെ കഴിവൊക്കെ വേണം. നീ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. ഓക്കെ? ഹലോ, പറ്റും തോന്നില്ലടാ. നീ ഇങ്ങോട്ട് നോക്കേ, നിന്നെ കൊണ്ട് പറ്റും. പിന്നെ ഞങ്ങൾക്കില്ല ഇവിടെ. അൽതാഫ്, I'm resigning. കരണ്ട് വന്നായിരുന്നല്ലേ? എന്തേ പറയണായിരുന്നോ? ഇതൊക്കെ ഒരു എക്സസൈസ് അല്ലേ? എന്നാ അടുത്ത എക്സസൈസിലോട്ടേക്ക് കിടന്നോ. അല്ല, വെള്ളമൊക്കെ പോയി. കൂട്ടന്റെ കല്യാണമാണ്. ആയിക്കോട്ടെ. വിളിച്ചിട്ട് നമുക്ക് പോണ്ടേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. എന്നെ വിളിച്ചാലും കൂട്ടൂനെ വിളിച്ച പോലല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും പോകാലോ? ആണോ? പിന്നെ നമ്മുടെ കല്യാണത്തിനും ആരെയും വിളിക്കാൻ പറ്റിയില്ല, എന്നിട്ടാവും നമ്മളെ വിളിച്ചത്. ഹലോ, പറഞ്ഞിട്ട് പോണ്ട. എന്നെ കളയാൻ ഈ വീട്ടിൽ ആ സ്നേഹം പപ്പയ്ക്ക് മാത്രമേ ഉള്ളൂ. പപ്പയ്ക്ക് വിളിച്ചു നോക്കാം. ഹലോ, എങ്ങോട്ട് പോവാ? ഇതിലിടാവളല്ല, നീ തിന്നു തീർത്തു. ഇനി അങ്ങനെ എന്തിടാനാ? അത് പിന്നെ എനിക്ക് വിശന്നിട്ടല്ലേ. പിന്നെ എനിക്കില്ല ഈ പറഞ്ഞ സാധനം. അതിന് ഞാൻ തന്നെ നോക്കണോ? വേണ്ട, ഇത് ഞാൻ നോക്കണോളാം. പപ്പ എന്താ പതിവില്ലാണ്ട് ഒറ്റയ്ക്ക്? എന്താ, എനിക്കിന്റെ മോളെ കാണാൻ വന്നൂടെ? പിന്നെന്താ, വാ പപ്പ കേറുക. പപ്പയോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരണം. പപ്പ, ഞാൻ വെള്ളം എടുത്തിട്ട് തരാം. അതെ, വെള്ളം എടുത്തിട്ട് തരാം പപ്പ. ഈ ചാലിക്ക് ഭയങ്കര സ്നേഹമാണ് പപ്പ. എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കത്തില്ല. മമ്മ എന്താ വരാഞ്ഞ്? ഞാൻ കാണാം.
ഓ ചാർലി വിളിച്ചു കാണും. മോളെ സമ്മതിപ്പിച്ചാ മതിയായിരുന്നു. സമ്മതിക്കേണ്ടതാണ്. ഏട്ടാ എന്താടാ കല്യാണത്തിന് പോണ്ടേ? ഇല്ല കഴിക്കരുത്. വേണ്ട. എൻ്റെ അവസ്ഥ വരെ വേണ്ട. പക്ഷെ എന്താണെന്ന് അറിയില്ലടാ, ഇവരെ കാണണമെന്നുണ്ട്. കണ്ടിട്ടൊക്കെ കഴിഞ്ഞാ എന്താവാണ്ടോ? അതെ, ഈ ബില്ലൊന്ന് പെട്ടെന്ന് അടച്ചിട്ട് വരണം. ഞങ്ങളങ്ങ് പോയേക്കുക. ചേച്ചി വന്നില്ലല്ലോ. ഈ മെഡിസിൻ കൂടി ഒന്ന് വാങ്ങിച്ചിട്ട് വരണം. അവിടെ ബില്ല്. എൻ്റെ ചുമ്മാ ഇരിക്കണം. നിങ്ങൾ വിളിക്കാം, ഞാൻ അടച്ചിട്ടുണ്ട്. നിനക്ക് നാളെ പറ്റുന്നല്ലോ എക്സാം. മറ്റന്നാണ്. എന്നിട്ടെന്താ നടക്കുന്നത്? നീ വീട്ടോട്ടല്ലേ? ഞങ്ങളോടല്ലേ? ഞങ്ങൾ നോക്കണം. അത് കുഴപ്പമില്ല. ആ കുഴപ്പമുണ്ട്. നീ പോയിക്കോ, നോക്കാം. നീ പോയിക്കോ. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ, കുറെ നേരമായില്ലേ. നീ വേണേ പോക്കോ. ഞങ്ങളാ വീട്ടിൽ അന്വേഷിക്കില്ലേ, പ്രത്യേകിച്ച് ഇവനെയൊക്കെ. അത് കുഴപ്പമില്ലടാ. ഇന്ന് പപ്പ ബിസിനസ് മീറ്റിംഗ് പോയിക്കോ. അല്ല, ഞങ്ങൾ വിളിക്കുന്ന ഇതിന് പ്രശ്നമുണ്ടോ? കുറെ നേരം തുടങ്ങിയിട്ടായിരുന്നു. അതെ, പറയണോ? എനിക്കെന്ത് പ്രശ്നം? എന്നാൽ നമുക്കൊരു ചായ കുടിക്കാൻ പോരാ. ആ, പോവാം. പപ്പ എന്താ പറഞ്ഞേ? അത് പിന്നെ പപ്പയ്ക്ക് സ്വന്തം മോളുടെ കാലം ഇഷ്ടം മരുമോനെയാണോ? അതിപ്പോ എന്റെ പപ്പയ്ക്ക് എന്നെക്കാൾ ഇഷ്ടം നിന്നെയല്ലേ? ഒബ്സർവേഷൻ കഴിഞ്ഞു. പേഷ്യൻ്റ് സ്റ്റേബിൾ ആണ്. അകത്ത് കയറി കാണാവുന്നതാണ് ഇപ്പോൾ.
അവനോടില്ലേ? ഇല്ല, വിളിച്ചിട്ട് കിട്ടിയില്ല. ഞാനാണെങ്കിൽ തിരക്കിനുണ്ടല്ലോ, എല്ലാരും വിളിക്കാനും പറഞ്ഞു. വരാതെ ഇവിടെ പോവാ. അത് ശരിയാ. ഓ, നീ സുന്ദരല്ലോ. കല്യാണം. അതെ അതെ അതെ, കല്യാണം പ്രമാണിച്ച് സെറ്റപ്പ് ആക്കിയല്ല. കഴിഞ്ഞില്ലേ? ഇനി വൈകിട്ട് പോകട്ടോ. വരുന്നു. എന്നെ വിളിച്ചേ? പിന്നെ നമുക്ക് വിളി കേട്ടൂടെ? ഞങ്ങൾ പോയിട്ട് അച്ഛനെ കണ്ടിട്ട് വരാം. കല്യാണ ചെറുക്കനെ എടുക്കണം. വേണ്ടെങ്കിൽ വേണ്ട. എന്താ കല്യാണത്തിന് പോയ ഫോട്ടോസ് ഒന്നും കിട്ടിയില്ലേ? ഇല്ല. തനിക്കും കല്യാണത്തിന് വരായിരുന്നു. പിന്നെ അതെ, ഇനിയിപ്പോ പപ്പ വെറുതെ വിളിക്കണ്ടല്ലോ. എനിക്ക് റീയൂണിയനിൽ ഒന്ന് പോണമായിരുന്നു. താനൊന്ന് സർപ്രൈസ്. അന്ന, നീയോ? നിങ്ങൾ നേരത്തെ പരിചയമുണ്ടോ? ഇവള് കോളേജ് ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് വേണ്ടി ഞങ്ങൾ ഇപ്പളാ കാണുന്നത്. അതെ. നിങ്ങൾ അവിടെ നിൽക്കുന്നേ. ഫോണിൽ കുറെ ട്രൈ ചെയ്തിരുന്നു. ഞാൻ എന്റെ നമ്പർ ഒന്ന് മാറിപ്പോയി. നിനക്ക് ഓർമ്മയില്ല നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ? നമുക്ക് വെള്ളം എടുക്കാൻ പോകാം. എടാ, നീ ഇത്രയും കാലം നീ ആനി പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കുകയാണെന്നല്ലോ. അത് നമുക്ക് മാറ്റാടാ. മനസ്സിലായില്ല. അതൊക്കെ ഞാൻ പറയാം. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ നമ്മുടെ അൽത്താഫില്ലേ, ഞങ്ങള് നമ്മുടെ നന്ദൻ്റെ അനിയനെ കണ്ടിരുന്നു. എപ്പോ? തിരിക്കുന്നു. അനന്ത, നന്ദൻ എവിടെയാ? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ ഏട്ടനറിയാതെ വന്നിരിക്കണേ. അതെ, അത് ഏട്ടൻ ആർമിയിലായിരുന്നു. അവിടെ വെച്ച് നടന്നൊരു ആക്സിഡന്റില് ഏട്ടൻ്റെ അരിക്കായിട്ട് തളർന്നുപോയി. പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നുമില്ലേ? എല്ലാം നോക്കിയതാ. വിഷമം അതല്ല, കുറെ നാളായിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്. പോവാൻ സമയമായി, പോണം എന്നൊക്കെ അല്ലാതെ വേറൊന്നും പറയുന്നില്ല. എന്താണ് പറയുന്നത്? ഇടയ്ക്ക് തലയൊക്കെ ഒന്ന് പെരുത്ത് വരും. ഈ വിഷമെല്ലാം കൂടെ ഒറ്റയ്ക്ക് തരുന്നുണ്ടായിരിക്കും. അപ്പം അവിടെ വേറെ ആരുമില്ലേ? അച്ഛൻ പോയി പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്തിരുന്ന ഏട്ടനായിരുന്നു. പിന്നെ പിന്നെ ചേച്ചിയും വരാതെ. ഇതിനിടയ്ക്ക് എൻ്റെ കല്യാണം നടന്നു. അവള് പറഞ്ഞതുകൊണ്ട് ഒരു തുണിക്കടയൊക്കെ ഇട്ട് കൊടുത്തു. ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു. പക്ഷെ ഏട്ടൻ ഈ അവസ്ഥയിലായപ്പോൾ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവള് പോയി. അതോടായപ്പോൾ ഏട്ടൻ്റെ വിഷമം കൂടി. വന്നോന്ന് എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഞാനാകെ ഒറ്റയ്ക്കാവുന്നില്ല. എന്നെ കൂടെ കൂട്ടി പോകാന്ന് വിചാരിച്ചു. ആനി കേട്ടോ ആനി, ഇവൻ ആനിയുടെ സമ്മതം ഇല്ലാണ്ട് എങ്ങോട്ടും വരുന്നില്ലെന്ന് പറയുന്നത്. ഞാൻ ഇവനെ അങ്ങ് കൊണ്ടുപോവാ. അൽത്താഫിൽ പോരും.
ആനി സമ്മതിക്കും. ഞങ്ങൾക്ക് എത്ര നാളത്തെ വിശേഷം പറയാനുള്ളതാ അല്ലേ? അതെ. ചെല്ലേ, നിങ്ങൾ പോയിട്ട് വാ. നീ എന്നെ വീടൊക്കെ ഒന്ന് കാണിച്ച വയോ. എടാ അപ്പൊ നന്ദനോ? പറയാം. ഏട്ടാ, ഞാനിന്ന് ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. എപ്പോ? എവിടെ വെച്ച്? അവരിങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ടോ? നീ അല്ല അവരോട് പറഞ്ഞോ? ഏട്ടൻ എന്തിനാ പേടിക്കുന്നേ? കൂട്ടുകാരല്ലേ. അതല്ലടാ. എന്തല്ല? ശരിക്കും എന്താ നിങ്ങളുടെ സംഭവിച്ചേ? ഇത്ര നേരിട്ട് എന്നോട് പറയുന്നത് എന്താ? ഇതെന്റെ എപ്പോഴാണ് എന്നോട് പറയണേ? എന്താ? ഒന്നുമില്ലടാ. നമ്മള് പഴയ പോലെ ഒന്നും കൂടാറില്ലല്ലോ ഇപ്പൊ. എന്താ? ഒന്നുമില്ല. ഞാൻ ചിലപ്പോ പട്ടാളത്ത് ചേരണം. എന്നിട്ട് ടെസ്റ്റ് ചെയ്താണ്ട് കിട്ടുന്ന കേട്ടോ. എന്താ അവിടെ ഒരു പ്ലാൻ? അതാ അപ്പം നിന്നെ പിന്നെയും ഗൾഫ് വിടാൻ പ്ലാൻ ഇട്ടാ? ഇത്തവണ സീരിയസ് ആടാ. വിസ ആടാ. എനിക്കാണെ പോവാനൊന്നും തോന്നുന്നില്ല. പക്ഷെ പാപ്പാടോട് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. എനിക്ക് വേറെ വല്ല പ്ലാനുണ്ടോ? ഇല്ല. എനിക്ക് പിന്നെ പോയി നോക്ക്. പാപ്പിച്ച് കുറേ നാളായിട്ട് പറയുന്നല്ലേ. ശരിയല്ലെങ്കിൽ നീ തിരിച്ചു പോവാം. നമുക്കൂടെ വേറെ പണി നോക്കാമല്ലോ. ആടാ. നിന്റെ ടെസ്റ്റ് റിസൾട്ടൊക്കെ എന്തായി? അതേ നല്ല കിട്ടുന്ന വട്ടാ. അത് കിട്ടിയാ ഞാനും അങ്ങ് പോകും. പിന്നെ അതെ, അവനിപ്പോഴും ബിസിനസ്സുകാരനെ. എനിക്ക് ചാളിയുടെ കാര്യം ഓർക്കുന്നതാണ്. അവനിപ്പോഴും അവൻ്റെ അപ്പൻ്റെ പണിയും നോക്കി അവൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ടോ? അവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലടാ. അവൻ്റെ ചുറ്റുമുതലായിട്ട് അവൻ്റെ അപ്പയില്ലേ? അവനെവിടെ? ആസ് യൂഷ്വൽ അവൻ്റെ അപ്പൻ്റെ പണി നോക്കി എല്ലായിടത്തും നടക്കണ്ടേ. നമ്മളെല്ലാവരും ഓരോരോ വഴിക്ക് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി എന്താണ് നമ്മൾ പഴയവർക്ക് പോകുക? റിയലി മിസ് ദാറ്റ്. ഒരു രോഗിയാണ്. എടാ നിന്റെ കല്യാണമായിരുന്നല്ലോ പറയാ. എന്തു പറ്റി? പെണ്ണോടി പോയ ഇനി പോരെ? കാറുകളൊക്കെ പുറത്ത് നീട്ടുള്ള കാറ് കിടക്കണേ. അതൊക്കെ ഉണ്ട്. നീ കയറി വാ. പിന്നെ എന്താ? ഇതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെയാ. നീ കയറി വാ. എവിടെ ഇരി. എടാ ഇതാ ഞാൻ പറഞ്ഞ ജോയ്മൻ. ഇവരാണ് ഇപ്പൊ എന്റെ ആകെയുള്ള കൂട്ട്. വൈകിട്ട് ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടര അടി കഴിഞ്ഞ് പോരും. ആ ഞാൻ പരിചയപ്പെട്ടില്ലല്ലോ. ഇത് അനിത, ഇത് ചാർലി, ഇത് ക്രിസ്റ്റി. ഇവന്റെ കല്യാണമായിരുന്നു ഈ അടുത്ത്. നീ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. രാഷ്ട്രീയത്തിലെങ്ങാനും? അല്ല അല്ല അല്ല, എനിക്ക് ബിസിനസ്സാ. ഫാഷൻ സ്റ്റോർ, സൂപ്പർ മാർക്കറ്റ്, ചായക്കട, തുണിക്കട, അങ്ങനെ വലിയ കട. മുഖം വെച്ച് പരസ്യം ചെയ്യുന്ന അങ്ങനെ പറ. വെറുതെ അല്ല, ഞാൻ ഓട്ടത്തിലേ ഫ്ലെക്സിൽ കണ്ടിട്ടുണ്ട്. അതാ. എടാ ഇതെവിടുന്നാ പതിവില്ലാതെ സൺഗ്ലാസ് ഒക്കെ ആയിട്ട്? അതോ ഒരു സവാരി കിട്ടിയതാണെങ്കിലോ, ഒരു സായിപ്പും ഒരു മദാമും. അവരാണെ വന്നപ്പോ തൊട്ട് മൂടിഞ്ഞ ഇംഗ്ലീഷ്. നമുക്ക് വല്ലതും മനസ്സിലാവണ്ടോ? അവരെ പറഞ്ഞ ഏതോ സ്ഥലങ്ങളൊക്കെ മനസ്സിലായി. അതും വെച്ചിട്ട് നമ്മുടെ ഒരു മുറി ഇംഗ്ലീഷും വെച്ചിട്ട് ഒരു ചുറ്റിക്കലാ ചുറ്റിച്ചു. ചുറ്റിക്കലും കഴിഞ്ഞ് വന്നപ്പോഴോ അവര് വീണ്ടും തുടങ്ങി ഇംഗ്ലീഷോടോ ഇംഗ്ലീഷ്, താങ്ക് യു, വണ്ടർഫുൾ എന്നിതൊക്കെ മനസ്സിലായതല്ലാതെ വേറൊന്നും മനസ്സിലായില്ല.
എന്തായാലും പോയപ്പോ അവരത് ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് വന്നു. കിട്ടിയെന്ന് പറഞ്ഞാൽ അല്ല അവൻ ചോദിക്കാ നിങ്ങൾ അടിക്കുമെന്ന്. അതെന്ത് ചോദ്യ? പിന്നല്ല എടുക്കണം കുട്ട. മോനെ അൻതൊട്ടിന്റെ മോൾക്ക ഞങ്ങൾ ഭയങ്കര ക്ലാസ്സാ. ഞാൻ അടിക്കത്തില്ല. നീ ആ ശീലം മാറ്റാനേ പാടില്ല. അതെ, അല്ലെങ്കിലും ബോധമുള്ള ഒരുത്തൻ അവസാനമാണല്ലോ. മോനെ നീ ടച്ചിങ്സ് അടിച്ചോളാം. എനിക്കൊരു കൂട്ടായി പാടാ കൂട്ടാ. യവന്മാരൊക്കെ ഇങ്ങനെ അടിച്ച് തീരത്തേ. പിള്ളേരെ ഇപ്പൊ കാണാം. ഇനി ഇന്നലെ അവള് പ്രശ്നം ഉണ്ടാക്കും. ബൈ. ഓക്കെ ശരി ബ്രോ, ഇപ്പൊ കാണാം. അത് നിനക്കുള്ളതാടാ. അവിടെ ജോയ്മ ഫുള്ള് ജോയ് ആണല്ലോ. ഈ അട്ടിക്കൂട്ടല് മാത്രം കൂടാ വെറും പാവം. അതവിടെ നോക്കട്ടെ. ആ ഈ പാവത്താൻ എന്തിനു വേണ്ടി കയറ് പൊട്ടിക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ. എന്ത്? ഓ ഒന്നും അറിയാത്ത പോലെ. ആ ഇനി മുമ്പൊക്കോടാ. നിങ്ങളെ പാടേ എന്താടാ? കൊന്നുകളയും. വേണ്ട. വേണ്ടേ? എന്താ അടുത്ത പരിപാടി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ലേ? എന്നാ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ പരിപാടി? ഞാൻ ഗൾഫിലായിരുന്നു, അത് നിർത്തിയിട്ട് വന്നു. എന്റെ പിന്നെ അറിയാലോ. ഞാനിങ്ങനെ നടക്കുന്നു. അന്നെൻ്റെ പപ്പ ഇന്നെൻ്റെ കെട്ടിയോള്. പക്ഷെ അവളുടെ പപ്പ വഴി ഞാൻ എഴുതുന്നൊക്കെ നോവലായിട്ട് വരുന്നുണ്ട്. അത് എൻ്റെ ആണെന്ന് പോലും അറിയാതെ അവളത് കാത്തിരുന്ന് വായിക്കും. ഒരു സ്വീറ്റ് വെച്ച്. പിന്നെ ഞാൻ ഇങ്ങനെയായി. അതൊക്കെ ഇവിടെ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാം. ഇങ്ങനെ ഇരുന്ന് മടുത്തിട്ടേ ഒന്ന് പോയാലോ? നീ അതേ പറയുള്ളൂ. പോക്കടാ. ചാവട്ടെ. ചുമ്മാ എനിക്ക് ചാവട്ടെ. നിങ്ങൾ വന്നില്ലേ? ശരി 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 ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് എടാ ഓർക്കണ്ട നിങ്ങൾ എന്ത്? നമ്മൾ ആദ്യമായിട്ട് കണ്ട സ്ഥലം ഇത്. പിന്നെ ബേബി മുത്തേ ഇവിടുത്തെ മൊത്തം മാറ്റമില്ല. ഒരുപാട് കാടൊക്കെയായി കൊതു.